Come on. Move. Send him back fast. गोपी है तुम्हारा नाम? हाँ जी। क्या ऐसे क्यों देख रहे हो? डर गया क्या? हार्ट बीट बढ़ गया क्या? പെണ്ണെന്തൊക്കെ കാണിക്കുന്നേ? പെണ്ണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഏ? ഞെട്ടിയല്ലേ? എനിക്ക് അസലായിട്ട് മലയാളം പറയാൻ അറിയാം. മലപ്പുറത്തുകാരൻ ആലമുട്ടത്ത് അബൂബക്കർ സാഹിബിന്റെ മകൻ ജാഫർ ഖാന്റെ ഒരേ ഒരു മോളാണ് ഞാൻ, സരീന ബീവി. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ? വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞത് സത്യ. ഉപ്പാപ്പയും ഉമ്മൂമ്മയും പറഞ്ഞ് പഠിപ്പിച്ചതാ മലയാളം. പക്ഷെ മലയാളം പറയുന്നത് കേട്ടാ ഡാഡിക്ക് കലിയിളകും. ഡാഡി ഇല്ലാത്തപ്പോ ഞങ്ങൾ വീട്ടിൽ മലയാളമേ പറയൂ. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നല്ലേ? തന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തോണ്ടാ. ഉപദ്രവിക്കേ? ഞാനോ? കണ്ണടച്ച ഇയാളെ സ്വപ്നം കാണുന്നേ. ഇയാള് പാടിയ പാട്ടാ ചെവിയിൽ കേൾക്കുന്നേ. അതുകൊണ്ട് ഡാഡിയോട് കള്ളം പറഞ്ഞ് രക്ഷിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനെന്നാ മൻസൂറിനെ കല്ലിട്ട് കൊന്നില്ലേ? അതിലെനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഡാഡിക്ക് അയാള് ദൈവമാ. പക്ഷേ ഗോപി അയാളെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? എന്റെ മാനം കാത്ത ആളെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇയാളെ കാണണം, നേരിട്ടിതൊക്കെ പറയണമെന്നുള്ള വിചാരം കൽബിനകത്തിരുന്ന് വിങ്ങിയിട്ടാ ഈ പട്ടാളക്കാർക്ക് കൈക്കൂലി കൊടുത്ത് ഇവിടം വരെ കൊണ്ടുവരിച്ചത്. എന്നെ വെറുതെ വിട്ടേക്ക പ്ലീസ്. Are you married? അല്ല. ഈ മോതിരം ഇതെന്റെ അമ്മ തന്നാ. എങ്കിലത് എനിക്ക് വേണം. അത് പിന്നെ ഇതെനിക്ക് വളരെ വിലപ്പെട്ടതാ. സെന്ററുകളുടെ കണ്ണിപ്പെടാതെ ഒരു വിധത്തിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നതാ. ഇനി ഇത് ഞാൻ സൂക്ഷിച്ചോളാം. തന്നില്ലെങ്കിൽ ദേ അവരോട് പറഞ്ഞപ്പോ ഞാൻ ഊരിച്ചു മേടിക്കും. താങ്ക് യു. എന്താ കാര്യം എനിക്കറിയില്ല. എനിക്ക് ഗോപിയെ ഒത്തിരി ഇഷ്ടമാ. മയ്യത്ത് അവന്മാരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്ന് തോന്നണേ. എനിക്കത് കാണണ്ട. കർത്താവേ, ഇതെന്ത് രൂപായത്? മനുഷ്യനാ പിശാചാ? അത് ഗോപി സാറല്ലേ? കർത്താവേ, ഇത് പരേതമ്മാവാ? ഏയ്, ഒന്നും മിണ്ടായിരടാ, അത് ഗോപി തന്നെയാ. എന്താ ഗോപി, എന്താ ഉണ്ടായത്? ഗോപി, എന്താന്നും മിണ്ടാത്തത്? നമ്മളെ ഒന്നും തിരിച്ചറിയാൻ പറ്റണില്ല എന്നാ തോന്നണേ. ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടതായിരിക്കും. അയ്യോ, എങ്കിൽ സൂക്ഷിക്കണം. വാഷ് ചെയ്തിട്ട് പകരം തലക്കകത്ത് എന്താ കയറ്റി വിട്ടിരിക്കുന്നെന്ന് ആർക്കറിയാം? ഗോപി, എന്താണ് നിനക്ക് പറ്റിയത്? ആരാ നിന്നെ വിളിപ്പിച്ചത്? എന്തിനാ വിളിപ്പിച്ചത്? ഇനി ആരെങ്കിലും വല്ല റേപ്പോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? റേപ്പോ എന്ന് വെച്ചാ ദേഹോപദ്രവം. ആക്രാന്തം പിടിച്ചടക്കുന്ന മുജാഹിദുകളും കാടന്മാരായ പട്ടാളക്കാരൊക്കെ ഉള്ള സ്ഥലാണേ. ഒന്നും പറയാൻ പറ്റില്ലേ. അവനെ ശല്യപ്പെടുത്തണ്ട. നാളെ സമാധാനമായിട്ട് ചോദിക്കാം. അതെ, എന്തായാലും ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇതെത്രയാ? 2000. ഠേറോ, ബാപ്പയില്ലാത്ത തക്കം നോക്കി ഇഷ്ടം കൂടാൻ പോയതാണല്ലേ? എന്താ രണ്ടാളും ഒന്നും മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ഈ രാത്രിയിൽ എവിടെ പോയിരുന്നു? അത് പിന്നെ ഞങ്ങള് കള്ളത്തരം ഒന്നും പറയണ്ട. ഓക്ക് വിവരമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടോളല്ലേ നീയെ? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ സേതു പാപ്പ പറയുന്നത്? വേണ്ട മോളെ, ഒളിക്കണ്ട. ഒരാൺകുട്ടിയോട് ഇഷ്ടം തോന്നണത് തെറ്റല്ല. പക്ഷേ
കല്ലും നെല്ലും തിരിച്ചറിയാത്ത പ്രായ എന്റേത്. ഇത് തീ കൊണ്ടുള്ള കളിയാ. ഓൻ ഇന്ത്യൻ മണ്ണി പിറന്നോനാ. വേണ്ട. എന്റെ ഉപ്പാപ്പയും പറഞ്ഞത് ആ മണ്ണി തന്നെയല്ലേ ചെയ്തു പാപ്പ? ആ നാടു കാണാൻ എനിക്ക് മോഹമുണ്ടാവില്ലേ? മോഹങ്ങള് ഉള്ളിൽ ഒതുക്കണം മോളെ. പിറന്ന നാടും വീടും സ്വന്തവും ബന്ധവും ഒക്കെ കൽബിൽ അടക്കി പിടിച്ച് ഈ ഉപ്പാപ്പ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി എന്നറിയോ? പട്ടിണി മാറ്റാൻ പണി തേടി വന്നതാണ് ഇവിടെ ഞാനും എൻ്റെ ഉപ്പുപ്പായും. അന്ന് നാട് ഒന്നായിരുന്നു. വേണ്ട മോളെ, ഇന്ത്യ എന്ന് കേട്ട കൊല വിളിക്കാനായിട്ട് കൊമ്പ് കുലുക്കി നടക്കണ ഒരു മതയാനയാണ് എൻ്റെ പാപ്പ. ഈ നാട് ഇസ്ലാമിന്റെ മണ്ണാണെന്നൊക്കെ പറയുമെങ്കിലും വരുത്തനായ ഒരു മുസൽമാൻ ഇവിടെ രണ്ടാം തരക്കാരനാ. അന്റെ ബാപ്പ ഒന്നാം തരക്കാരനാകാൻ വേണ്ടി ചെയ്ത പണി എന്താണെന്നറിയോ? കയ്യെ കിട്ടിയ ഇന്ത്യക്കാരെ മുഴുവൻ കൊന്ന് കൊല വിളിച്ചു. അങ്ങനെ ഓൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ഓനെങ്ങാനിത് അറിഞ്ഞ മോളാന്നും നോക്കൂല, തുണ്ടം തുണ്ടമാക്കും. പോയി കിടന്നുറങ്ങ്. എന്താ കുരിച്ച? എന്തു പറ്റി? എന്താ സാബ് സ്വപ്നം കണ്ടോ സാബ്? സ്വപ്നോ? ഞാനോ? നോൺസെൻസ്. കിടന്നുറങ്ങടോ. സോറി സാബ്, ആരോ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാബ്, എന്താ ഗോപി? എനിക്ക് ഒരു അസുഖമില്ല സാബ്. എനിക്ക് സാബിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാം, പക്ഷെ സാബിനെ വഴക്ക് പറയരുത്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്ന അറിയാലോ. ഏയ്, നീ എന്താ സംഭവിച്ചെന്ന് പറ. ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് സാബ്? സാബിന് സുഖാണോ? നീ എന്തോ കണ്ടു പേടിച്ചിട്ടുണ്ട്. തൽക്കാലം കിടന്നുറങ്ങാം. രാവിലെ ആവുമ്പോ എല്ലാം നേരെയാവും. പൊയ്ക്കോ. ഇതൊരിക്കലും നേരെയാവില്ല. എന്റെ മാതാവേ, ഇതിലും ഭേദം വല്ല ശല്യം പൊട്ടി വീണ് ചാകുന്നതായിരുന്നേ. 3 ദിവസമായിട്ട് ആ കിട്ടിയത് ഒരു ഉണക്ക ചപ്പാത്തിയാ. ഇനി എനിക്ക് മേലായേ. സിക്ക് റെജിമെന്റിലെ ജയ്സിംഗ് ദാഹിച്ചു കരഞ്ഞപ്പോ മൂത്രം കുടിപ്പിച്ചെന്നാ കേട്ടത്. അവന്റെ ഒക്കെ മൂത്ര ടാങ്ക് അടിച്ചുടച്ചിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു തരും. നിങ്ങൾ നോക്കിക്കോ. അബേ കുത്തേ സോ रहा है क्या? काम कर. हमारे आदमी का फंसा साले तुझे जिंदा नहीं छोड़ूंगा। छोड़ो उसे. Stop it. Better you take the rifle and shoot him down. കുരിച്ച, are you okay? Okay, sir. Come on. ഈ തെണ്ടികൾ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് ഇവിടം തകർക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് നമുക്ക് സ്വപ്നം കാണാം. എന്റെ വിഷമം അതല്ല. അതിർത്തി കടന്ന് വെടിയേറ്റ് മരിച്ചിരുന്നെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാലേ. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ധീര ജവാൻ ബഷീറിന്റെ വീരമാതാവായ എന്റെ ഉമ്മ. ഇതിപ്പോ ഒരു തരം ചാവാലിപ്പട്ടികളെ ജമ്മായല്ലോ നമ്മുടെ. നീ ഒന്ന് ചുമ്മാരിടാ. എന്റെ മനസ്സ് പറയുന്നുണ്ട് എല്ലാം തകർത്ത് നമ്മൾ തിരിച്ചു ചെല്ലുമെന്ന്. എത്ര പ്രതി ചിരിക്കാൻ? ഇദ്ദേഹത്തിന്റെ തുണിലാണ്ട് കണ്ടോ? മിണ്ടാരിടാ. तुम्हारा अच्छा पेंटिंग, अच्छा पेंटिंग. ഒക്കത്തിന് ഞാൻ വെച്ചോണ്ടേ പോടി പുല്ലേ. അയ്യോ എന്റെ ബ്രഷ്. അല്ല ബ്രഷ്.
ആകാശം വൈറ്റ് വാഷ് ചെയ്യേ. ജൽദിയാ. ആ കുട്ടീനെ തിരിഞ്ഞോടിയത് നീ വല്ല മോശമായിട്ട് കാണിച്ചോ? ആ കുട്ടിക്ക് ശരിക്കും മലയാളം അറിയാട്ടോ. അതെങ്ങനെ സ്ഥാപനം അറിയാം? ഞാൻ ക്യാപ്റ്റൻ, നോ ക്വസ്റ്റ്യൻ. ചാവാൻ പോണ നമ്മൾ തമ്മിൽ ക്യാപ്റ്റൻ ശിപ്പായി ഒന്നുമില്ല. കളി എന്നോട് വേണ്ട. മൻസൂറിനെ കൊന്നത് സാബല്ലെന്ന പെൺകുട്ടി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സാറിന്റെ കൈമ കിടന്ന മോതിരം എങ്ങനെ ആ പെൺകുട്ടി കൈമെത്തി? മോതിരം അത്ര വലിയ മോതിരല്ല, ഒരു മോതിരം ഉള്ളൂ. അത് ഇന്നലെ അവള് ബലം പിടിച്ച് ഊരിയെടുത്ത. അയ്യോ പാവം. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ല. പിന്നെ സാർ അറിയാതെ സാറിന്റെ കൈ കിടക്കുന്ന മോതിരം ആ പെൺകുട്ടി കൈമെത്തും. സത്യം പറഞ്ഞോളാം, എപ്പോഴാ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചത്, എന്തൊക്കെയാ സംഭവിച്ചത് എന്നോടെല്ലാം തുറന്നു പറഞ്ഞോളാം. സാർ അങ്ങനെ അറിഞ്ഞാണ്ടല്ല. എനി ടച്ചിങ് സാബിനോടെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതാ, പക്ഷെ പറ്റണില്ല. ഇനി ഒളിക്കാൻ വയ്യ, ഞാനെല്ലാം പറയാൻ പോവാ. എന്നാ വാ തുറന്നു പറയാം. ഇപ്പൊ വേണ്ട, രാത്രി കിടക്കുമ്പോ പറയാൻ കൊല്ലാൻ കൊണ്ടുവന്നവനെ പിടിച്ചു നിർത്തി തോക്ക് ചൂണ്ടി പ്രേമിക്കാൻ പറയേ. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് പ്രേമം. അതിന് കണ്ണില്ല, രാജ്യമില്ല, ഭാഷയില്ല. ചാഹെ പാകിസ്ഥാൻ ഹോ യാ റഷ്യ ഹോ യാ ചീന ഹോ, പ്യാർ പ്യാർ. പക്ഷേ കശാപ്പ് ശാലയിൽ കൊല്ലാൻ നിർത്തിയിരിക്കുന്ന പോത്ത് തന്നെ ഇറച്ചി വെട്ടുകാരന്റെ മോളെ പ്രേമിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സാബ്. സോറി സാർ. അതിന് ഇവൻ അവളോട് പ്രേമമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, അല്ലേ ഗോപി? സത്യമാണ് സാർ. എനിക്കെന്റെ നാടാണ് വലുത്, നിങ്ങളാണ് വലുത്. അല്ലാതെ ഈ നിമിഷം വരെ മറ്റൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. എങ്ങനെങ്കിലും ഇവമാരെ കൊന്നുവിടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, എങ്കിൽ നീ അവളെ പ്രേമിക്കണം. സാബ് എന്ന് പറഞ്ഞാൽ പ്രേമം നടിക്കണം. ശത്രുവിനെ തളയ്ക്കാൻ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യുദ്ധക്കളത്തിൽ ഏത് തന്ത്രവും പ്രയോഗിക്കാം. അതിലൊരു തെറ്റുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്. നമ്മുടെ ആളുകളുടെ ജീവൻ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ചിലപ്പോ ഈ പ്രേമം ഒരു നിമിത്തമായാലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല ക്യാരി ഓൺ. സാബ് എന്തായി കാണിക്കണത്? അഴുക്ക് വെള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ബിസ്ലേരി വാട്ടറാണല്ലോ കുടിക്കാൻ കിട്ടണത്. വയറ് കത്തി ആളിയിട്ട് വയ്യ. ഇനി നാളെ രാവിലെ 2 ഉണക്ക ചപ്പാത്തി കിട്ടുന്നവരെ ജീവിക്കട്ടെ. വൃത്തിയായിട്ടവൻ. ജൽദി ശുഭാന. നീ ഇവിടെ ഇരിക്കാൻ പോവാണോ? കുറച്ചു നേരം ഇവിടെ ഇരിക്കാം സാർ. അവന്മാര് വന്ന് പൊക്കുമ്പോ പോവാം. നടക്കാൻ വയ്യ. അല്ല ബഷീറെ, വട്ടായിരിക്കൂ. 2 ദിവസമായിട്ട് എനിക്കൊരു സംശയമുണ്ട്, സാബിന് വട്ടായോ? എനിക്കല്ല, പിന്നെ ആ പെണ്ണിന്. ആ പെണ്ണിന് വട്ടായാലെന്താ? സാബ് കെട്ടാനൊന്നും പോകണ്ടല്ലോ. നാട്ടിലെങ്ങാനും ഇതുപോലൊരു സുന്ദരി പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ മേലും കീഴും നോക്കാതെ ഞാൻ കെട്ടിയേനെ. കെട്ടലും മുട്ടലൊക്കെ അടുത്ത ജന്മം. ഇപ്പൊ നമുക്ക് അവന്മാര് നമ്മളെപ്പ തട്ടും എന്നതിനെ പറ്റി ചിന്തിക്കാം. അതേ വരണ്. ആരാം കരയോ? റമ്മല്ല, പച്ചപ്പാനി, വെള്ളം. വിശ്രമിക്കണമെന്നാ ചോദിച്ചത്. മലയാളം അറിയാന്നല്ലേ സാബ് പറഞ്ഞ, എന്നാ പിന്നെ മലയാളത്തിൽ പറയട്ടെ. സാബ് പറഞ്ഞ ഞാനെന്താ ഗോപിയോട് പറഞ്ഞത്? ഐ എം സോറി, പറയേണ്ടി വന്നു. മോതിരം മനസ്സിലായി. അതെ, ഇപ്പൊ ഈ മോതിരം എന്റേതാ, ഇയാളുടെ അല്ല. കേട്ടല്ലോ? കേട്ടില്ല. ആരും കാണണ്ട, സിറീന സ്പെഷ്യൽ ആയിട്ട് തരുന്നതാ. മനുഷ്യന്റെ ഇവിടെ വിശന്ന് അണ്ടം കീറി നിൽക്കുമ്പോൾ അവിടെ ഒരു തുപ്പി. ഇത് ബിരിയാണിയാ. ബിരിയാണിയോ? അതെ ബിരിയാണിയാ, തുപ്പി ബിരിയാണി. ഇതാണ് യഥാർത്ഥ പ്രേമം. വിശക്കുന്ന കാമുകന് ബിരിയാണി കൊടുക്കുന്ന പ്രേമം. അല്ലോ കോഴിമുട്ട. തിന്നു തിന്നു. കേട്ടാ ബഷീറെ? ബഷീറെ, എന്താ? ഇനി ആ 2 കൂട്ടുകാരികളെ വേണമെങ്കിലേ നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ നോക്കിക്കോ. നിനക്ക് പേടിയുണ്ടാ?
ठहरो, तुम दोनों मेरे साथ चलो। कुछ भी नहीं साहब, ऐसे हंस रहा था। अरे चलो। എങ്ങോട്ടായി കൂട്ടിക്കൊണ്ട് പോണ? चलो मेरे साथ। कहाँ पर? इसको सुंदर बनाना है। सच बताओ ना, कहाँ ले चलेंगे? चल चली चल, ज्यादा नखरे मत कर, चल। रब्बा बिछड़ा तू यार मिला दे, मैं और कुछ नहीं मांगदा। जनाब, लड़की तैयार है। उसको अच्छी तरह सजा के लाया कि नहीं? एकदम। बोला। हम नहीं जानते थे कि हिंदुस्तानी लड़कियां इतनी खूबसूरत होती हैं। जानती हो, हमने तुम्हें हिंदुस्तान वापस भेजने का फैसला किया है। वापस जाना चाहती हो? आओ, आओ ना। नहीं, मुझे छोड़ना, भगवान के लिए।